ഹായ് ഹായ് പറഞ്ഞേ വൈകിട്ട് ഹായ് പറഞ്ഞേ ഹായ് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം പറയുന്നത് നമ്മളെ വൈദൂട്ടി. നമ്മളെവിടെയാ പോകുന്നേ? അതെ, നമ്മൾ അട്ടത്ത് പോയിരുന്നു. അട്ടത്ത് വെച്ചാല് ടെറസിലാന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതേട്ടാ. അപ്പൊ നമുക്ക് നമ്മളെ ടെറസിലെ ഗാർഡനും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. അപ്പോ ഇപ്പൊ സന്ധ്യ ആയി, അവിടെ വിട്. ഇപ്പൊ നേരം സന്ധ്യ ആയിട്ടുണ്ട്. അപ്പൊ ഇതാ വിളക്കെല്ലാം കത്തിച്ച് കണ്ടോ. അതെ, ചന്ദനത്തിരിയെല്ലാം കത്തിച്ച് അല്ലേ? വൈദൂട്ടി പ്രാർത്ഥിച്ചാ? തമ്പച്ചോട് പ്രാർത്ഥിക്കറാ? ആ, വീണോ നോക്കണം. ഇവിടെ വന്നിട്ട് ജനലിന്റെ മുകളിലാണ് കേട്ടോ വൈദൂടെ ഒന്ന് കേറി നിന്നിട്ടുള്ളത്. ഓരോ സമയം പിന്നെ അങ്ങനെയാണല്ലോ, പിള്ളേരോട് പിന്നെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അതെ, ബൗബു അതാ ഗ്രൗണ്ടിൽ ബൗബു ഓടി കളിക്കുന്ന. അപ്പൊ നമുക്ക് മുകളിൽ പോലെ വാ, തായ്ക്ക്. നമുക്ക് തായ്ക്ക് വാ. അപ്പൊ നമ്മളൊന്ന് ടെറസിൽ പോയിട്ട് വരാം കേട്ടോ, കാണിച്ചിറങ്ങിയൊക്കെ വീഡിയോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നമുക്ക് ലൈറ്റ് ഇടാം അല്ലേ? അപ്പൊ ഇതേ നമ്മള് സ്റ്റെയർ കേസിലേക്ക് കയറി മുകളിലേക്ക് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കുവായിരുന്നു. വൈദൂട്ടി അത് കേൾക്കേണ്ട താമസം വേഗം ഓടി കേറിനെ അല്ലെ വൈദു? ഇടി പൊട്ടുന്നുണ്ടാ? അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളിതാ സ്റ്റെയർ കയറുന്നു. സ്റ്റെയർ കയറുമ്പോന്ന് വെച്ചാല് നമ്മളിവിടെ ഫസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട ബൾബ് ഉണ്ട് കണ്ടോ. അവിടെ വെച്ചാൽ എല്ലാ ദിവസവും പക്ഷികളൊക്കെ വന്നിരിക്കും കേട്ടോ. എല്ലാ ദിവസവും പക്ഷികളൊക്കെ വന്നിരിക്കും. പിന്നെ ഇവിടെയാന്ന് വെച്ചാൽ അവിടെ ഒരു ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഷേപ്പ് വെച്ചാൽ ഇലേന്റെ ഷേപ്പാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഈ ഏരിയയില് പ്ലാസ്റ്റിക്കിന്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വാൾപെയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് അപ്പൊ ഇതേ നമ്മള് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ കാണുന്ന ഇത് വെച്ചാൽ ഈ വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പൊ ഇതാ അവിടെ ഒരു ഇലേന്റെ ഷേപ്പില് ഒരു ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഇതാ ഈ സൈഡിൽ വരുന്ന വൈദൂന് അവിടെ പോവാൻ വേണ്ടി ഭയങ്കര തിരക്കായിരിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ സ്റ്റെയറിന്റെ അവിടെ ഒരു ബൾബ് ഉണ്ട്. ഓരോ കോണിലായിട്ട് ഇങ്ങനെ ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഏരിയ ഇങ്ങനെ വരുന്നേ കേട്ടോ. ഞാൻ ആ ഏരിയയിലൊക്കെ മൊത്തം ഞാൻ അലോവേര പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മളിപ്പോ ടെറസിന്റെ മുകളില് പോവാൻ വേണ്ടിട്ട് ഇതാണല്ലോ ഏണി റൂമിൽ എത്തിയിട്ടുള്ളത്. ഞാനപ്പോ ഇവിടെ ഒരുപാട് കുറച്ച് നല്ല അലോവേര പ്ലാന്റ്സും വിൻഗ പ്ലാന്റ്സ് അവിടൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ കേറുക ഇറങ്ങിയ തന്നെ പണി അല്ലേ? നമുക്ക് എപ്പോ ഇങ്ങനെ പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കണം. തന്നെ വൈദ്യുവിന്റെ പണി. അവിടെ പോയിരുന്ന് നിരങ്ങി എല്ലാന്ന് പണി. വൈദ്യുവിന്റെ ഡാൻസ് ആണ്ടാ. വൈദ്യുവിന്റെ അടിപൊളി പാട്ടെല്ലാം ഉണ്ടാവും ഇടക്കിടക്ക്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം നമുക്ക് ടെറസിലേക്ക് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വാതില് നമുക്ക് തുറക്കാം. വാതില് തുറന്നിട്ടുണ്ട് കണ്ടോ. നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ടെറസ്. എന്നാലും ആ ചുമരെല്ലാം കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് മഴയൊക്കെ പെയ്തിട്ടും മണ്ണൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ആയിട്ട് വന്നെയാണ്. നമുക്ക് ഏതായാലും നമ്മൾ ടെറസ് ഒന്ന് കാണാം കേട്ടോ. നമ്മളിതാ പുറത്തേക്ക് വന്നപ്പോ ആദ്യം കണ്ട സംഭവം ഇതാണ് കേട്ടോ. അത് അമ്പിളി മാമൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഭംഗിയാണ് കേട്ടോ. ശരിക്കും പക്ഷെ ഇങ്ങനെ നമ്മള് ഫോണിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. വൈദു അമ്പിളിയാനോടുത്തു അതെ അല്ലേ?
ആ ആ അല്ലപ്പാ അല്ല. അപ്പൊ നമ്മള് ടെറസിൽ കയറി കഴിഞ്ഞാല് ദൂരെയുള്ള കാഴ്ചകൾ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ടൈപ്പ് മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ ഇത് തളർന്നു പോയാ ഓടിക്കളിച്ചിട്ടല്ലേ വാവ. ഇത് കണ്ടോ ദൂരെ സൂം ചെയ്തപ്പോ ഉള്ള കണ്ടോ നല്ല പച്ചപ്പും പുക മഞ്ഞ് പോലെ ഇങ്ങനെ കണ്ടോ. അതൊക്കെ രാവിലെ കാണാൻ നല്ല രസമാണ് കേട്ടോ. രാവിലെ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യനൊക്കെ ഇത് ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നതെല്ലാം കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാൻ അധികം എന്റെ ഷോർട്സ് വീഡിയോയിലെല്ലാം ഇങ്ങനെ ഞാൻ ഇടലുണ്ട്. അപ്പോ അതേ കണ്ടോ നല്ല പച്ചപ്പ് പോരാതെ നല്ല കാറ്റുണ്ട്. ഇഷ്ടംപോലെ ചക്കയുണ്ട്, മാങ്ങയുണ്ട് കണ്ടോ. അപ്പൊ ഇന്നലെ വൈകുന്നേരം എന്ന് വെച്ചാൽ ഈ സമയത്ത് ഭയങ്കര ഇടിയും മഴയും കാറ്റും ഒന്നും പറയണ്ട. കറണ്ടൊന്നും ഇല്ല കുറെ സമയത്തേക്ക്. രാത്രി ഒരു സന്ധ്യാവുന്ന സമയത്ത് എത്ര കറണ്ട് വരെ വരുന്നു. അപ്പൊ അതേ നമ്മളെ ടെറസിലെ വ്യൂ ഇതാ വാതിൽ തുറന്നു കഴിഞ്ഞാല് കാണുന്നതാ വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളെ പുറത്തെ വ്യൂ. അതെ വൈദൂട്ടി പറയുന്നുണ്ട് വ്യൂ എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ ഇതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാനിങ്ങനെ ഇതിന്റെ പേരപ്പറ്റിലാണ് ഇങ്ങനെ ചെടി വെച്ചിട്ടുള്ളത്. കുറച്ച് ചെടി അതിന്റെ താഴെയായിട്ടും വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ താഴെയായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നുമായിട്ട് കാണിച്ചു തരാം. എന്താ വൈദുവിന്റെ ഓരോരോ കുരുത്തക്കേടുകൾ നമുക്ക് ഇടുന്ന് കാണാം. ഓക്ക് പിന്നെ അങ്ങനെയാണ്. ഇവിടെ ടെറസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓള് ഹാപ്പിയാണ്. പക്ഷേങ്കിൽ ഒന്നും അടങ്ങി നിൽക്കുന്ന പരിപാടിയില്ല. പറഞ്ഞൊന്നും കേൾക്കൂല അല്ലെ. ഇപ്പൊ എന്തോ എടുക്കാൻ വേണ്ടി ഒരു കാര്യമായിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഉള്ളത് വെച്ചാൽ കണ്ടത് ഭംഗിയുള്ള എന്റെ ബോഗൻ വില്ലയാണ്. കണ്ടല്ലേ നല്ല വൈറ്റ് കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. എന്നതാ അതിന്റെ അടുത്തായിട്ട് തന്നെ കണ്ടോ റോസ് കളർ. അത് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ. വെള്ളയും റോസും ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു ബോഗൻ വില്ലയാണ് ഇത് കേട്ടോ. അപ്പൊ ഇത് നല്ലോണം വെയിൽ കൊണ്ടിട്ടാണോ അല്ലെ വൈകുന്നേരം ആവുമ്പോൾ മാറി വരുന്നതാണോ എന്നറിയില്ല കേട്ടോ. ഇതാ അങ്ങനെ കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ. നല്ല ഞാനിത് വാങ്ങിയിട്ട് വെച്ചാല് 3 വർഷമായിട്ടാ അതാ പറയുന്നത്. എന്നിട്ടും ഇതേ ആകെ ഇത്രയല്ലാണ്ട് ഇതിന്റെ കൂടുതലേക്ക് ആയിട്ടൊന്നും എത്തിയിട്ടൊന്നുമില്ല. വൈദു അതിനിടക്ക് കൊണ്ടുപോയിട്ട് ഇത് അവളെ സ്കൂട്ടിയെല്ലാം എടുത്തോണാൻ ഓടിക്കുന്നുണ്ട് കേട്ടോ. വാ എന്നാ സുഖല്ലേ. വൈദു ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ടെറസിമിലേക്ക് ഇങ്ങനെ കണ്ട ഇവിടെ സ്കൂട്ടി എടുത്തിട്ടുണ്ടിരുന്നു. അവളെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് കേട്ടോ. എന്റെ ടെറസിൽ സത്യം പറഞ്ഞ ഏറ്റവും നല്ല ഭംഗി വരുന്നത് ഇതാണ് കേട്ടോ. ഈ രണ്ട് പിന്നെ ബോഗൻ വില്ലയാണ് ഏറ്റവും നല്ല ഭംഗി തരുന്നുള്ളത്. ഉണ്ടോ പക്ഷെ നിറച്ചും പൂക്കളുണ്ട് അതിൻ്റെ അകത്ത്. ഇവിടെ ഈ ടെറസിൽ കയറാന്ന് വെച്ചാൽ ഒരു രാവിലെ ഒരു 8 മണിക്ക് മുന്നേയും പിന്നെ വൈകുന്നേരം ഒരു 6 മണി സമയത്ത്. അതിനിടക്കെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പൊ ഈ ടെറസിൽ ഒരു കാല് കുത്താൻ പോലും പറ്റൂല. അത്രക്കും ചൂട് പൊള്ളുന്ന ചൂടായിരിക്കും. അപ്പൊ ഞാൻ ആ ഒരു സമയം നോക്കിയിട്ടേ ടെറസിൽ ഇങ്ങനെ വെള്ളമൊഴിക്കാനും എല്ലാത്തിനും വരത്തുള്ളൂ കേട്ടോ. 3 ബക്കറ്റില് കണ്ടോ. ഈ 3 ബക്കറ്റില് ഞാൻ ഇങ്ങനെ ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അത് ഏതെല്ലാന്ന് വെച്ചാല് ഇതില് രണ്ടിലുള്ളത് ഇതാണ് കൊങ്ങിണിപ്പൂവില്ല അരിപ്പൂവ്. അത് ഈ റോസും മഞ്ഞയും കൂടെ കളറുള്ള അതാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. അത് താഴെ ഉണ്ടായതാണ്. ഞാൻ പൊരിച്ചിട്ട് ബക്കറ്റിൽ കൊണ്ടുപോയി നട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ. എന്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വേഗം ഒന്ന് മാറ്റി നട്ടിട്ട് പിന്നെ ക്ഷമ ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ അകത്തുള്ളത് നട്ടിട്ട് അത്രേ ആയുള്ളൂ. പക്ഷെ അങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. കാരണം ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ ഉണ്ടാവും. അതിന്റെ ഒന്നിച്ചുള്ളത് തന്നെ ഇങ്ങനെ ചെയ്യിച്ച് വരുന്നുണ്ട്. പിന്നെയുള്ളത് ഇതുണ്ടോ. ഇതിന്റെ പേര് മറന്നു ഞാൻ. നമ്മളിതിനെ മുള്ളിൻചെടി എന്നാ പറയുന്നുണ്ടോ. നല്ല പൂക്കൾ ഉണ്ടേനും പക്ഷെങ്കിൽ അത് ഇങ്ങനെ എന്താ പറയാ അതിന്റെ ഉണങ്ങി കുറെ ആയതുകൊണ്ട് കളറെല്ലാം ഇങ്ങനെ മാറി മാറി തുടങ്ങി വരുന്നുണ്ട്. ഒരു ഉണക്കം വന്ന അവസ്ഥ ഉണ്ടല്ലോ. ഫ്രഷ്നെസ് പോയ പോലെ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് പിന്നെ കാണിച്ചു തരാനുള്ളതെന്ന് വെച്ചാൽ കണ്ടോ ഇവിടെ
ഇങ്ങനെ എല്ലാത്തിലും ഞാൻ മറ്റേ ഇതുണ്ടല്ലോ വാടാർ മല്ലീന്റെ ഒക്കെ വിത്തിട്ട് വെച്ചതിനും. അപ്പൊ അതാണ് അതിനുള്ള ഇപ്പൊ ഇതിന്റെ അകത്ത് ചീരയുണ്ട് കേട്ടോ. ചീര കണ്ടോ, 2 ചീരയുണ്ട്. പിന്നെ എന്തൊക്കെയോ ഇതിലെല്ലാം മുളച്ച് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെയാന്നിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിലേക്ക് മൊത്തം ഇങ്ങനെ ഈ കവറിന്റെ സൈഡിലേക്ക് മൊത്തം തെറിച്ച പോലെ ആയതെന്ന് വെച്ചാല് മറ്റേ ഇതാണ് ചോറാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചകിരിച്ചോറ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കാറ്റും മഴയും എന്നല്ലേ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിറയെ വെള്ളമായതുകൊണ്ട് കണ്ടോ, ഇതാ ഈ ഏരിയയിലെന്ന് വെച്ചാല് ഇവിടുത്തെ മുകളിലെ കണ്ടോ, ഇവിടുത്തെ മുകളിൽ നിന്ന് വരുന്ന പൈപ്പിലെ വെള്ളം ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ആയത് എനിക്ക് തോന്നുന്നു ഇതിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇതിലിട്ട മണ്ണ് കണ്ടോ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നല്ല കുഴിഞ്ഞ പോലെ ആയിപ്പോയത്. നല്ല ശക്തിയിൽ വരുമ്പോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ട്. അപ്പൊ ഇതിലെല്ലാം ഇങ്ങനെ ഈ ഇട്ട പൊടി കാണുന്ന ഇതെല്ലാം എന്ന് വെച്ചാല് പിന്നെ നമ്മുടെ മാടാർ മല്ലിയാണ് കേട്ടോ, റോസ് കളറ്. അതെയാ. വൈദു അതിനിടയ്ക്ക് ഇതിന്റെ ഉരലിന്റെ മുകളെല്ലാം കേറിയിട്ടുണ്ട്. അവിടെ വീണേക്കല്ലേ വൈദു, താഴെ ഇറങ്ങും കണ്ടല്ലേ. അപ്പൊ വൈദു കണ്ട സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചുതരാ. ഇതന്നെ നായ്ക്കളെല്ലാം ഒത്തിട്ടുണ്ട് എന്നാ പറയുന്നു. ഉണ്ടോ, എത്ര നായ്ക്കളാ ഉള്ളേ? എത്ര എണ്ണ ഉള്ളത്? 5 എണ്ണം ഉണ്ടല്ലേ. 2 എണ്ണം ഒരുപോലത്തെ ഉണ്ടല്ലേ. ഒക്കെ നാണം വന്നു. നായ്ക്കളേന്ന് വിളിച്ചിട്ട് വൈദ്യുന് നാണം വന്നു അല്ലേ. അല്ലേ, അതിന് താഴേക്ക് ഞാട്ടെ വീണുകൊണ്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇതായിട്ട് കാണിച്ചു തരാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഉള്ളത് 10 മണിയും. ഇത് മറ്റേ ഇതാണ് കേട്ടോ, ശംഖുഷ്പാണോ? അതെ, ശംഖുഷ്പ ഇങ്ങനെ ഇതായിട്ട് വരുന്ന കേട്ടോ, ചേച്ചി വരുന്നത്ര കണ്ടോ. ഇതെല്ലാം 10 മണിയാണ് കേട്ടോ. അപ്പൊ ഇതില് കുറച്ച് വാടാർ മല്ലിയെല്ലാം വലുതായിട്ടുണ്ട് കണ്ടോ. ഇതാണ് അതായത് നമ്മള് ശംഖുഷ്പാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഈ കാണുന്ന ഇതൊക്കെയാണ് റോസ് കളർ വാടാർ മല്ലിയാണ് കേട്ടോ. അത് നല്ല കട്ടി റോസ് വരുന്ന. ഇതിലൊക്കെ 10 മണീന്റെ കുഞ്ഞ് തൈകളായിട്ട് വരുന്നു അത്ര. അതിന്റെ വിത്തുകൾ വന്നിട്ട് കണ്ടോ. പിന്നെ ഈ ചട്ടിയിലുള്ള എന്താന്ന് വെച്ചാല് അരിപ്പൂവാണ് കേട്ടോ. അരിപ്പൂവാണ് ഉള്ളത്. അത് കളറ് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് കണ്ടോ. പക്ഷെ ഇത് മറ്റേ എന്താ പറയാ, മഴക്ക് ഇങ്ങനെ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നാട്ടില് തക്ക പോലെ ഉണ്ടാവും. അത് താഴെ ഉണ്ട് കേട്ടോ ഇതിന്റെ. ഇത് കണ്ടോ, താഴെ കണ്ടോ, അത് നിറച്ചും പേരിട്ടുണ്ടാവും. അപ്പൊ ആ തെറ്റത്തുള്ള ഈ ചട്ടിയിൽ ഉള്ളത് എന്താന്ന് വെച്ചാല് വാടാർ മല്ലിയാണ് കേട്ടോ. വാടാർ മല്ലി ഉണ്ട് കണ്ടോ. ഇപ്പൊ സന്ധ്യാസമയമായിട്ടുണ്ട്. 6:45 ആയി തോന്നുന്നു കണ്ടോ. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഏരിയ വരുന്നത്. മുന്നിൽ വലിയ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ആ ഗ്രൗണ്ടില് ഒരു കൊന്ന മരം ഉണ്ട് കേട്ടോ. അതിൽ 2-3 കൊല മാത്രമേ ആയുള്ളൂ കേട്ടോ വിരിഞ്ഞിട്ട്. അപ്പൊ അതിങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ചട്ടിയില് ഉള്ളത് കാണിച്ചില്ലേ, ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട് കേട്ടോ. ഒരു പ്ലാന്റ് സൈൻസ് ഉണ്ട്. ടർട്ടൽ വെയിൻ ആണോന്ന് പറയാം. അത് പക്ഷെ ലൈറ്റ് പച്ചയല്ലേ അല്ലെ. അപ്പൊ ഇതിനെന്താ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഹാങ്ങിങ് ആയിട്ടെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഈ ചെടി എന്ന് വെച്ചാല് വിഷ്ണുക്രാന്തി അഥവാ ബ്ലൂ ഡേയ്സ് എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ ഈ ചെടി. ഡെയിലി നല്ലോണം പൂക്കളും ഉണ്ടാവും. പോരാത്തതെന്ന് വെച്ചാല് ചെറിയൊരു കഷ്ണം, അതായത് ഇതുപോലത്തെ ഒരു കഷ്ണം വെച്ചാൽ തന്നെ നമുക്ക് എന്താ പറയാ വേഗം വേര് പിടിച്ച് കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ വേഗം വേരൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ നല്ല ബുഷിയാക്കിയിട്ട് ആക്കാനും ഒക്കെ പറ്റുന്നതും നല്ല ഡെയിലി നല്ല എന്താ പറയുക നീല വസന്തം എന്നെല്ലാം പറയില്ലേ, അത്രക്കും നല്ല ഭംഗിയാട്ടോ അത് വിരിഞ്ഞാല്. കണ്ടോ, അതിന്റെ ഒരു ബാക്കി ഇത് ഇപ്പുറത്തും ഉണ്ട്, ഈ ചട്ടിയിലുണ്ട്. പിന്നെ ഇത് വെച്ചാല് ജനുവരി മാസം പെയ്യുന്ന ജനുവരി പൂന്ന് അങ്ങനെ എന്തോ, അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പ്ലാന്റ് വിൻഗയാണ് കേട്ടോ, ഒരു വയലറ്റ് കളർ അടിക്കുന്ന കട്ട് റോസ് എന്ന് പറയുന്ന വിൻഗ പ്ലാന്റ് ആണ് കേട്ടോ ഇത്.
അപ്പൊ ഇതിന്റെ അകത്ത് വെച്ചാൽ ഇത് ഇങ്ങനെ ആകാൻ കാരണം ഞാൻ ഇതൊന്നും ഒരുപാടെണ്ണം പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിനായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ കാണാനുള്ളത്. പിന്നെ അടുത്ത ചട്ടിയിൽ എന്ന് വെച്ചാല് ഇതന്നെയാ ഉള്ളത്. ഏത് നമ്മളെ വാടാർ മല്ലി തന്നെയാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, ഇതിലാണ് നമ്മളെ ബോഗൻവില്ല ഉള്ളത്. ബോഗൻവില്ല മാത്രല്ല കേട്ടോ ഇതിലുള്ളത്. ഇതില് വേറൊരു വയലറ്റ് കളറ് പൂവിരിക്കുന്ന ഇത് ഈ ചെടി എന്ന് വെച്ചാൽ ഇവിടെ മുറ്റത്ത് കാടാന്ന് പറയാം. ഇവിടെ മുറ്റം നിറയെ ഈ ചെടിയേ ഉള്ളൂ കേട്ടോ. അതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അറിയാവുന്നവരാരും കൊണ്ടൊന്ന് കമന്റ് ചെയ്യണേ. കണ്ടോ, അതിലിങ്ങനെ ഉറുമ്പൊക്കെ വന്നിട്ടേ ഉള്ളൂ. കണ്ടോ, വൈദൂട്ടി ഇടുന്നെങ്കിൽ എന്തെല്ലോ ഒച്ചപ്പടക്കി കളിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൽ തന്നെ ഇതാ കണ്ടോ, റോസ് കളറ് ഇത് വരുന്നുണ്ട് കേട്ടോ. അതായത് പിന്നെ അരിപ്പൂവാണ്. അപ്പോ അത് ഈ മഞ്ഞ റോസും കൂടെ മിക്സ് ആയതാണ് കേട്ടോ. അപ്പൊ ഈ മഴയിൽ ഇതായോണ്ട് ഇങ്ങനെ പൂ ഇങ്ങനെ ഇതായി പോയതാണ്. പിന്നെയുള്ളത് കണ്ടോ, നമ്മളെ വൈറ്റ് ബോഗൻവില്ലന്ന്. ഇതാ കേട്ടോ ഇതിന്റെ നമ്മളെ ഈ ടെറസിലെ ഹൈലൈറ്റ് തന്നെ പറയുന്നത് നമ്മുടെ ഈ ബോഗൻവില്ലയാണ് കേട്ടോ. ബോഗൻവില്ലയിൽ തന്നെ അത് മാത്രല്ല, അതിൻ്റെ അകത്ത് എന്തൊക്കെയോ വിത്തുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കാണാം. അതിലെന്ത് വെള്ളരിക്കയാണോ എന്താണോ അറിയില്ല. എന്തിന്റെ വലുതാവും കാണല്ലോ നമുക്ക്. അപ്പൊ എന്തൊക്കെയോ വിത്തുകൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് 3 വർഷമായിട്ടോ. 3 വർഷമായി ഈ രണ്ട് ബോഗൻവില്ലയും 3 വർഷമായി. കണ്ടോ, നല്ല ഭംഗിയല്ലേ. ദൂരെ നിന്നൊക്കെ നോക്കാൻ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കേട്ടോ, ഇതുപോലെ ഇങ്ങനെ നിറച്ച് പൂരെ ആർക്കും ഇഷ്ടമല്ലേ അല്ലെ. പിന്നെ അടുത്ത ചട്ടിയിലുള്ളത് ഇതുപോലെ തന്നെ ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ ഉള്ളത്. ബ്ലൂ ഡേയ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിലേക്ക് നട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ അടുത്ത ചട്ടിയിലും ഈ പറഞ്ഞ ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ ഉള്ളത്. ടെറസ് ഗാർഡനിലെ അടുത്ത ചട്ടിയിൽ എന്ന് വെച്ചാൽ ഉള്ളത് 10 മണി ചെടിയാണ് കേട്ടോ. 10 മണി വെച്ചാൽ ഇത് ടേബിൾ റോസ് അങ്ങനെ എന്തൊക്കെയോ പറയും തോന്നുന്നു അതിന്. പിന്നെ അടുത്തയിലുള്ളതെന്ന് വെച്ചാൽ കണ്ടോ, വിൻകേന്റെ ചെറിയ തൈയുണ്ട്. പിന്നെ വാടാർ മല്ലിയുണ്ട്. അത് ഞാൻ എല്ലാത്തിലും വാരി ഇട്ടു കേട്ടോ. അതിന്റെ വിത്ത് ഒരുപാടുള്ളതുകൊണ്ട്. ഇത് വേറെ തന്നെ ഒരു ചെടിയാണ് കേട്ടോ. ഇതിലും എപ്പോഴും നല്ല കൊല പോലെ ആയിട്ട് എപ്പോഴും പൂവുണ്ടാകും. അടുത്തായിട്ട് എന്റെ ടെറസിലുള്ള സാധനം ഇതാണ് കേട്ടോ. പനിക്കൂർക്കേന്റെ ഇലയാണ് കേട്ടോ. പനിക്കൂർക്കേന്റെ ചെടി ഉണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നശിച്ചു പോയതേനു. അപ്പൊ ഞാനത് ഇങ്ങനെ അതിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട്, കാര്യമായിട്ടൊന്നുമില്ല, ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്തതാണ്. ഇപ്പം മോശമില്ലാണ്ട് ഇങ്ങനെ ചേച്ചി വരുന്നുണ്ട്. അതിൻ്റെ അകത്തും കണ്ടോ എന്തിൻ്റെയോ ഒന്ന് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ അടുത്ത ചട്ടിയിൽ വെച്ചാൽ ഇതാണ് നമ്മളെ സ്നേക്ക് പ്ലാന്റ് ആണ്. പിന്നെ ഈ അടുത്ത ചട്ടിയിൽ എന്താന്ന് വെച്ചാൽ തുളസിയാണ് കേട്ടോ ഉള്ളത്. ഉണ്ടോ, തുളസി ഉണ്ട്, നല്ല ചുവന്ന തുളസിയാണ്. പിന്നെ ഇതിൽ കാണുന്ന ഈ 10 മണിയില് പിന്നെ ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിലുള്ളത്. എന്ന് വെച്ചാൽ വെള്ള കളറും റോസും കൂടെ ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പൂവാണ് കേട്ടോ ഈ 10 മണിക്കുള്ളത്. അപ്പൊ ഇന്ന് വിരിഞ്ഞതേനും അത് വൈകുന്നേരം ഇങ്ങനെ വാടിപ്പോയിട്ടേ ഉള്ളത്. അപ്പൊ അടുത്ത ചട്ടിയിലും ഇതന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതുണ്ടോ, ഇതിലെ ഈ 10 മണി എന്ന് വെച്ചാല് ലൈറ്റ് മഞ്ഞ കളർ വിരിയുന്നതാണ് കേട്ടോ ഈ പൂവ്. പിന്നെ ഈ ചട്ടിയിലും അതുപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിലെല്ലാം ഇങ്ങനെ പ്രൂൺ ചെയ്തെടുക്കണം അത്ര കേട്ടോ. ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റ് ആക്കണം. കണ്ടോ, ഈ പ്ലാന്റ്സ് ആണ് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പച്ചയായിട്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട് കാണാൻ. അതെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇരുടൊക്കെ ആയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെളിച്ചക്കുറവിന്റെ പ്രശ്നം വരുന്നുണ്ടാവും. ഇങ്ങനെ ഓരോ ചട്ടിയിൽ ഞാൻ കൂടുതലും 10 മണിയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. ഇതൊരു വയലറ്റ് കളർ പൂ വിരിയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഓരോ 10 മണി ഇതിലെല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ വലിയൊരു ചട്ടി. ഇപ്പൊ വലിയ ചട്ടിയിലെന്ന് വെച്ചാല് ലൈറ്റ് റോസ് കളറില് കണ്ടോ, നാളെയൊക്കെ വിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോ കണ്ടില്ലേ, ഉണ്ടോ, ലൈറ്റ് റോസ് കളറുള്ള ഇന്നതാ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ചട്ടിയിൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ. പല കളറായിട്ട് ഇങ്ങനെ ഇത് വിരിയുന്നതാണ് കേട്ടോ 10 മണിയുള്ളത്. അപ്പൊ എനിക്കത് വിരിഞ്ഞാൽ മാത്രമേ ഏതെല്ലാം കളർ തന്നെ മനസ്സിലാവല്. കണ്ടോ, ഇതില് മഞ്ഞയുണ്ട്, വെള്ളയും വരുന്നുണ്ട്, റോസ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്ന് വിരിഞ്ഞ് വൈകുന്നേരം വാടിയതാണ് കേട്ടോ.
പിന്നെ അതൊക്കെ നമുക്ക് ഓടിച്ച് കാണിച്ചു തരാം. റോസ് കളർ വിരിയുന്ന പൂവാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഉണ്ടോ? പിന്നെ ഈ ചട്ടിയിലൊക്കെ ചെറിയൊരു കറ്റാർ വാഴേൻ്റെ തൈ ഉണ്ട്. അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത്. ഗ്രോ ബാഗിനകത്ത് ഞാൻ ഇങ്ങനെ നിറച്ച് വെച്ചാൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, വാടാർമല്ലിൻ്റെ വിത്തും പിന്നെ കണ്ടോ മുളച്ചത് ഇതാണ് കേട്ടോ, ശംഖുപുഷ്പത്തിൻ്റെയാണ്. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള ശംഖുപുഷ്പം എന്ന് വെച്ചാൽ വയലറ്റും വെള്ളയാണ് കേട്ടോ. കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കാര്യമായിട്ടൊന്നും മുളച്ച് വന്നില്ല, മുളച്ച് വരാൻ വേണ്ടി വിത്തിട്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. പിന്നെ കണ്ടോ അതാ ഒരു ശംഖുപുഷ്പത്തിന്റെ ഒരു വലിയ തൈ പണ്ടേ നട്ടതാന്നേ. അപ്പൊ അത് എടുത്തിട്ട് താഴെ ഉണ്ടായതാ മുകളിൽ ടെറസിൽ കൊണ്ടുവച്ച്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ ഇതിൻ്റെ അകത്തൊക്കെ പുല്ല് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചീരയുണ്ട്. കണ്ട രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഇതായി കാണുന്നത് ചീരത്തൈയാണ് കേട്ടോ. ചെറിയൊരു ചീരത്തൈ ഉണ്ട്. ബാക്കി ഇതെല്ലാം പുല്ലാണ് കേട്ടോ. അത് സാധാ ഇങ്ങനെയുള്ള പുല്ലാണ് കേട്ടോ. അതെല്ലാം അങ്ങ് കളഞ്ഞ് നല്ല റെഡിയാക്കിയിട്ട് എടുക്കണം അത്ര അടുത്ത ദിവസം. അപ്പൊ ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ടെറസിന്റെ ഷേപ്പ് കേട്ടോ. അല്ല ഇപ്പം തന്നെ ഇതാ രാത്രി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഇപ്പൊ ഇതേ കണ്ടില്ലേ, ഇവിടെ ലൈറ്റ് ഉണ്ട് നമുക്ക് പുറത്ത്. കണ്ടോ അതെ അമ്പിളിയാണ് ഞാൻ വീണ്ടും കാണിച്ചിരുന്നുണ്ട്. പുറത്തുള്ള ടെറസിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ അകത്ത് എന്തൊക്കെയാണ് കൊണ്ടുവച്ചത് നമുക്ക് നോക്കാം. അതെന്ന് വെച്ചാല് ഇവിടെ കാണുന്ന ബാക്കിയുള്ള ചട്ടിയിൽ എന്താന്ന് വെച്ചാല് പിന്നെ വിൻക പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോ ബാക്കിയുള്ള ചട്ടിയിൽ നിരത്തി വെച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാല് അലോവേരയാണ് കേട്ടോ. ഉണ്ടോ ഇവിടെ ദിവസം കിളി വരും. ആ കാണുന്ന ബൾബ് ഉണ്ടോ, ആ ബൾബില് ദിവസം ഇങ്ങനെ കിളികളെല്ലാം വന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടെല്ലാം ആടി അല്ലേ വൈദു? അതെ, അപ്പൊ കിളികളെല്ലാം കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ അകത്തേക്ക് വരും. അപ്പൊ അതിലൂടെയല്ല കേട്ടോ ഇങ്ങനെ പാറി വരുക, ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നോന്ന് വിചാരിച്ചത്. അപ്പൊ അതിലൂടെ ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പാറി വരും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന്. കണ്ടില്ലേ ഇത്രയും വിൻക പ്ലാന്റ്സ് അതിന്റെ കളക്ഷൻസ് ഒരു 5 കളക്ഷൻസ് തന്നെ എനിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് അതിന്റെ കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. ഇതിങ്ങനെ തണലത്ത് ഇങ്ങനെ വെച്ചതുകൊണ്ട്, പുറത്തൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പൊ തണലത്ത് ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇങ്ങനെ ഓരോ പ്ലാന്റ്സ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇനി ഇത് കുറച്ചും കൂടെ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല റെഡി ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകൂ. അപ്പൊ അതുവരെ വിൻക പ്ലാന്റ്സ് ഞാൻ ഇവിടെ ഉള്ളിൽ തന്നെ വെക്കും. ഇവിടെ ബാൾസം ചെടിയുണ്ട്. പിന്നെ ഇതാ ഒരു ഓർക്കിഡിന്റെ തൈ ഉണ്ട്. അപ്പൊ ഇതാ കണ്ടല്ലേ, ഈ ചട്ടിയിലൊക്കെ നിറയെ പിന്നെ കറ്റാർ വാഴയാണ് കേട്ടോ ഉള്ളത്. കണ്ടോ വീടിന് മൊത്തം നല്ല പച്ചപ്പായി. അതുപോലെ തന്നെ ഈ കറ്റാർവാഴയുടെ ഇലക്കൊക്കെ ഭയങ്കര വലിപ്പാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഒരുപാട് ജെല്ല് കിട്ടുന്ന ഉണ്ടോ. ഇതിനൊക്കെ നല്ല ഒരുപാട് ജെല്ല് കിട്ടും. ഇത് എടുത്താൽ തന്നെ ആ ഒരു കഷ്ണത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ജെല്ല് കിട്ടുന്ന ഇതാണ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ കറ്റാർ വാഴേന്റെ 2 വെറൈറ്റി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നോക്കിയാണ് ശ്രദ്ധിച്ചതിനും കണ്ടോ, ഇതിന്റെ ഈ ലീഫിനൊക്കെ എന്ന് വെച്ചാൽ ഒരു പുള്ളി വരുന്നുണ്ട് കണ്ടോ, ഇതിന്റെ മാത്രം. പക്ഷെ മറ്റുള്ളതിന് അങ്ങനെ എല്ലാത്തിനും ഇല്ല കണ്ടോ. ഇവിടെ കണ്ടോ ഇതിനുണ്ട് അങ്ങനെ. അതുപോലെ തന്നെ അതിന്റെ ഒരു വേറൊന്ന് കണ്ടോ, കണ്ടോ ആ ഒരു ചട്ടി തന്നെ 2 ടൈപ്പിലായതുകൊണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ. കണ്ടോ ഒന്ന് നല്ല ഡാർക്ക് പച്ചയാണ്, കുറച്ച് ലൈറ്റ് പച്ചയാണ്.
ഇതും അങ്ങനെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതാണ് കേട്ടോ കറ്റാർ വാഴ. കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട് അതിന്. അതുപോലെ തന്നെ അതിൽ കുറേ ചെറിയ ചെറിയ കുഞ്ഞു കറ്റാർ വാഴയും വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം മരമുല്ലയാണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. മരമുല്ല. ആ, വെള്ളരിക്കേന്റെ വിത്ത് ഞാൻ ഇതിൽ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തിയാണ്. അപ്പൊ കണ്ടതാ, അതിനകത്ത് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. മരമുല്ല ഇങ്ങനെ രാത്രിക്ക് വിരിയുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഉള്ളില് വീട്ടിന്റെ അകത്തൊക്കെ ആയിട്ട് നല്ല മണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ഇതിൽ വെച്ചിട്ടുള്ളത് മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റ്. ഇത് ഞാൻ മറക്കുന്നു. വൈദ്യുതി ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. വെള്ളം നനക്കാനും ഉണ്ടോ, ഡെയിലി എൻ്റെ കൂടെ വരും. ടെറസിലാ പോകുന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം വരാൻ വേണ്ടി. അതിന് വേണ്ടി എന്തെല്ലോ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേട്ടോ, എൻ്റെ ടെറസിലെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഹോം ടൂർ വീഡിയോ കുറച്ച് ലെന്ത് ആയതുകൊണ്ട് എനിക്ക് ഈ മുകളിലത്തെ ഈ ഏരിയ വരുന്ന ഭാഗമൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റിയിട്ടില്ല. കണ്ടില്ലേ, അപ്പൊ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ഈ മുകളിലുള്ള ഏരിയ ഒന്നും എനിക്ക് അന്നേരം കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോ നമ്മളെ പ്ലാൻസും കാര്യങ്ങളെല്ലാം നല്ലോണം സെറ്റ് ആക്കിയിട്ടാകുമ്പം ഞാൻ വീണ്ടും നല്ലൊരു ഹോം ടൂർ പോലെ ഒന്ന് ഇടാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ. ടാറ്റ പറയ്.